ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക കണ്ടെത്തലാണ് ഇന്നുണ്ടായത്. ഗോവർദ്ധന്റെ മൊഴികൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് പരിശോധിക്കാൻ പോവുകയാണ്. നമ്മുടെ ഡാറ്റാ സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വർണം പോയ വഴി തേടിയുള്ള നമ്മുടെ യാത്രയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് 50 പവൻ സ്വർണ്ണമാണ്. ഇത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് വിറ്റ സ്വർണ്ണമാണ്. ഈ സ്വർണം വിറ്റത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു ഗോവർദ്ധനോട്. ഗോവർദ്ധൻ അപ്പോൾ പറഞ്ഞ മറുപടി, എനിക്ക് കൊണ്ടു തന്നത് സ്വർണ്ണ നാണയങ്ങളായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നത്. പിന്നീട് ഈ സ്വർണ്ണ നാണയം എന്തു ചെയ്തു ഗോവർദ്ധ എന്ന് ചോദിച്ചപ്പോൾ ആ സ്വർണ്ണ നാണയങ്ങൾ സ്വർണ്ണ കട്ടികളാക്കി മാറ്റി എന്നുള്ള മറുപടിയാണ് ഗോവർദ്ധൻ നൽകുന്നത്. അതായത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയത് ശബരിമലയിലെ സ്വർണ്ണമാണെന്ന് ഗോവർദ്ധൻ അപ്പോൾ അറിഞ്ഞില്ല. എങ്ങനെ അറിയാനാണ്? സ്വർണ്ണ നാണയം കൊണ്ടുവരുമ്പോൾ ശബരിമലയിലെ സ്വർണ്ണ നാണയമാണ് എന്ന് എങ്ങനെ അറിയാനാണ് എന്നതാണ് ഗോവർദ്ധന്റെ വാദം. ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധനെ പരിചയപ്പെട്ടത് എങ്ങനെയാണ് എന്നതുകൂടി പറഞ്ഞു തരാം. ഗോവർദ്ധൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അടുത്ത ബന്ധമൊക്കെയുള്ള ആളാണ്. ശബരിമലയിലെ പൂജാരിയാണ് എന്ന് പറഞ്ഞാണ് പരിചയപ്പെടുന്നത്. അതിനുശേഷം അത് വലിയ സൗഹൃദമായി മാറി. പ്രത്യേകിച്ച് ശബരിമലയിലെ പൂജാരി അല്ലെങ്കിൽ ശബരിമലയിൽ മേൽശാന്തിയായും സഹപൂജാരിയായും ഒക്കെ ഇരിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഒരു റെസ്പെക്ട് തോന്നുമല്ലോ. അത് നന്നായി മുതലെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളത് ഉറപ്പാണ്. ഗോവർദ്ധന്റെ മൊഴിയിലും ഇത് വ്യക്തമാണ്. തന്നിൽ നിന്നും മറ്റു പലരിൽ നിന്നും പോറ്റി പലപ്പോഴായി സ്വർണം വാങ്ങി എന്നുകൂടി ഗോവർദ്ധൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ശബരിമലയിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. ശബരിമലയിലെ വാതിലിലും കട്ടിളയിലും ഒക്കെ പൂശാൻ സ്വർണം കൊടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഈ ഗോവർദ്ധൻ തന്നെയാണ്. അപ്പോൾ പൂശി ചെന്നൈയിൽ നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക് എത്തിച്ചത് ഗോവർദ്ധൻ കൊടുത്ത സ്വർണം ഉപയോഗിച്ചാണ് എന്നതും വ്യക്തം. അതായത് ശബരിമലയിൽ വിജയമല്യ കൊടുത്ത സ്വർണ്ണമല്ല ഇപ്പോൾ ആ പാളികളിൽ പൂശിയിരിക്കുന്നത്. ഗോവർദ്ധന്റെ പേരിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ ഗോൾഡ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഗോവർദ്ധന്റെ മൊഴിയിൽ നിന്ന് ഇതുവരെ വ്യക്തമായിരിക്കുന്നത് 50 പവന്റെ കാര്യമാണ്. അപ്പോൾ നമുക്ക് ഡാറ്റാ സെന്ററിൽ നിന്ന് നേരെ ബംഗളൂരുവിലേക്ക് പോകാം. അഭിജിത്ത് മുഴക്കുന്നുണ്ട് നമുക്കൊപ്പം. അഭിജിത്ത് മുഴക്കുന്ന, ഗുഡ് ഈവനിംഗ്. ബംഗളൂരുവിലെ പരിശോധനകൾ അത് എത്രത്തോളം നിർണായകമാണ് ഈ അന്വേഷണത്തിൽ? സുജയ, ഏറെ നിർണായകമാണ്. കാരണം ഈ ബംഗളൂരു കേന്ദ്രീകരിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്റെ എല്ലാ ഗൂഢാലോചനയും നടത്തിയത്, തന്റെ ഇടപാടുകളെല്ലാം നടത്തിയത്. അതിനാൽ തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വളരെയധികം നിർണായകമാണ് ഇവിടെ നടക്കുന്ന പരിശോധന. രാവിലെ ഏതാണ്ട് 9:30 മണി സമയത്ത് ആരംഭിച്ച പരിശോധനയാണ് സുജിയ. സമയം ഇപ്പോൾ 4 മണി പിന്നിട്ടിരിക്കുന്നു. ഏതാണ്ട് 7 മണിക്കൂറിനടുത്തായി ഈ പരിശോധന ഇങ്ങനെ തുടരുകയാണ്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശ്രീരാംപുരയിലെ അപ്പാർട്ട്മെന്റ്. അത് ഈ ഗൂഢാലോചനയൊക്കെ നടന്ന ഈ ശ്രീരാംപുരയിലെ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിന് മീറ്ററുകൾ മാത്രം ഇപ്പുറമുള്ള അപ്പാർട്ട്മെന്റാണ്. നിലവിൽ ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അന്വേഷണ സംഘത്തിന്റെ ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയില്ല. ഈ അപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ താമസിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മകനാണ്. ഈ മകന്റെ സാന്നിധ്യത്തിലാണ് ഈ പരിശോധന ഒക്കെ നടക്കുകയും ചെയ്യുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ നിന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിയുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് സുജയ. ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ഇനി അഥവാ സ്വർണം ഒക്കെ ഈ അപ്പാർട്ട്മെന്റിൽ നിന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. അത് ഏതാനും സമയത്തിനുള്ളിൽ തന്നെ ഈ അന്വേഷണ സംഘം പുറത്തിറങ്ങുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ വിവരങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ. ഇപ്പോൾ കോത്താരി മാൻഷനിൽ എത്തിയിരിക്കുകയാണ്. 4ാം നിലയിലാണ് പരിശോധന നടക്കുന്നത്. അഭിജിത്ത്, അവിടെയുള്ള ആളുകൾക്കൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് അറിയാവുന്നത് എന്താണ്? ഗോവർദ്ധനോട് പറഞ്ഞതുപോലെ തന്നെ ശബരിമലയിലെ പൂജാരിയാണ് ഇപ്പോഴും എന്നതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ പറഞ്ഞ് സ്ഥാപിച്ചിരിക്കുന്ന കഥ. തീർച്ചയായും സുജിയ, ഇവിടെയുള്ള എല്ലാവർക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാം. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചയാളെ അവർക്കാർക്കും തന്നെ പരിചയമില്ല. അവർക്ക് പരിചയമുള്ളത് ശബരിമലയിലെ പൂജാരി എന്ന നിലയിലാണ്. ഇവിടെയുള്ളവരോടൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതും അങ്ങനെയാണ്. കാരണം ആദ്യം ഇയാൾ വർഷങ്ങളോളം ശ്രീരാംപുരയിലെ അയ്യപ്പ ക്ഷേത്രത്തിലാണ് ജോലി ചെയ്യുന്നത്. പിന്നീട് ഇയാൾ ഇവിടെ നിന്ന് 2004 പോകുന്നു. തുടർന്ന് ശബരിമലയിൽ ഇയാൾ പരികർമ്മിയായി ജോലി ചെയ്യുകയാണ്. പിന്നീട് വീണ്ടും ഇയാൾ ബംഗളൂരുവിലേക്ക് വരുന്നുണ്ട്. ശ്രീരാംപുര ക്ഷേത്രത്തിലുള്ളവരുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. ഈ സമീപത്തുള്ളവരുമായി ഒക്കെ ബന്ധം പുലർത്തുന്നുണ്ട്. അവരോടൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ കാര്യം താൻ ശബരിമലയിലെ പൂജാരിയാണ്. അതിനാൽ തന്നെ ആ രീതിയിലുള്ള ബഹുമാനം, ആ രീതിയിലുള്ള പരിഗണനയൊക്കെ ഈ പ്രദേശത്തുള്ളവർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയിട്ടുണ്ട്. നിലവിൽ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞതിൻ്റെ ഒരു ഞെട്ടൽ കൂടി ഈ പ്രദേശവാസികൾക്കുണ്ട് സുജിയ. കാരണം അവരൊക്കെ വളരെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ ആ രീതിയിൽ ആണ് ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു ആശങ്കയോടുകൂടി തന്നെയാണ് ഇത്തരം വാർത്തകളെ അവർ നോക്കിക്കാണുകയും. തീർച്ചയായും എങ്ങനെ ആശങ്ക ഉണ്ടാകാതിരിക്കും? ശബരിമലയിലേക്ക് പോകുന്നവരായിരിക്കുമല്ലോ അവിടെയുള്ള ആളുകളിൽ പകുതിയെങ്കിലും. എല്ലാവരെയും പറ്റിച്ച് സ്വർണം ഉരുക്കി നാണയമാക്കി പാളിയാക്കി അതിങ്ങനെ കൊണ്ടു നടന്ന് അതുവഴി പണമുണ്ടാക്കുക, അത് ഉരുക്കി വിൽക്കുക, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇക്കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ ചെയ്തു എന്നുള്ളത് അത് കേരളം ഞെട്ടലോടെയാണ് കാണുന്നത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്ക് ചെയ്തതല്ല എന്നത് ഇതിനകം തന്നെ നമുക്ക് വ്യക്തമായ കാര്യവുമാണ്.